നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ്റെ ഒരു കാപ്പി തിളക്കണല്ലോ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കൊടുക്കല്ലേ എന്റെ ഭഗവാനേ. നിനക്ക് കാപ്പിട്ടേരാ ഞാനടാ നിന്റെ വേലക്കാരനാ. ഒന്ന് ക്ഷമിക്കടാ, അവളുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ ഞാനൊരു നമ്പർ ഇട്ടല്ലേ. ആ, എന്നെ മണ്ടനാക്കി തന്നെ വേണം നിനക്ക് ഷൈൻ ചെയ്യാനല്ലേ. അയ്യടാ, ഞാൻ ഇളിക്കണ കണ്ടില്ലേ നല്ലൊരു കിളിയും. അല്ല, നീ എന്തിനാ കാപ്പി ഉണ്ടാക്കുന്നേ? ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നീ എനിക്ക് വല്ല അറിയോ? ഞാനിടാം. മോനെ ഗിരി, ഇങ്ങനെ അഭിനയിച്ച് കൊളമാക്കല്ലേ. എന്താ നിന്റെ ഉദ്ദേശം? അതെ, എനിക്കും മഞ്ജുവിനും വീട്ടില് മര്യാദയ്ക്കൊന്ന് സംസാരിക്കാനുള്ള അവസരം പോലും കിട്ടുന്നില്ല. സ്വാഭാവികം. 24 മണിക്കൂറും സ്വപ്നയും അമ്മയും പോരാത്തതിന് കുഞ്ഞാറ്റയും നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കറക്റ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനുള്ള സ്വകാര്യത പോലും കിട്ടുന്നില്ല. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നീ ഒന്ന് പോയി തരണം. കുറച്ചു നേരത്തേക്ക് നീ പുറത്തു വല്ലതും കറങ്ങിയിട്ട് വാ. ഇല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വെക്കോ. നീ തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് തീർക്കാം. ഇതൊക്കെ നടന്നാ മതി. നടക്കും. നീ ഒന്ന് പോയി തന്നാ മതി. എന്നെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടേനെ. നന്ദിയുണ്ട് കൂട്ടുകാരാ, നന്ദി. താങ്ക് യു. മുന്നിലൂടെ പോവല്ലേ, അവൾക്ക് സംശയം തോന്നും. ഇതുവഴി പോയാ മതി. ഇനി കാപ്പി കാപ്പി റെഡിയാക്കാം. മഞ്ജു, മഞ്ജു, കോഫി. എങ്ങനുണ്ട്? കൊള്ളാം. താങ്ക് യു. അതിനിത് മുകുന്ദൻ ഉണ്ടാക്കിയതല്ലേ? മുകുന്ദൻ പോയിട്ട് നേരം കുറെ ആയി. മുകുന്ദൻ പോയോ? എന്തിന്? നമുക്ക് മാത്രം കുറെ സംസാരിക്കാനില്ലേ? അപ്പോ ഈ സ്വർഗത്തിൽ ഒരു കട്ടറും പാവണ്ടെന്ന് അവന് തോന്നിക്കാണും. നമുക്ക് അതിന് മാത്രം എന്താ സംസാരിക്കാനുള്ളത്? നിനക്ക് എന്നോട് പിണങ്ങാനുള്ള അവകാശമുണ്ട്. അതർഹിക്കുന്ന പല തെറ്റുകളും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അതിന് നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ വഴക്ക് ഓടിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ മിണ്ടാതെ നടക്കരുത്. നീ ഒഴിഞ്ഞു മാറി നടക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നും. എനിക്കും ഇങ്ങനെ പിണങ്ങി നടക്കുന്നത് ഇഷ്ടമൊന്നുമല്ല. മഞ്ജു, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ. എനിക്ക് പോകണം. കാണിക്കുന്നേ എനിക്ക്
വക്കീലേ, ഇതാരെ ഈ സമയത്ത്? അറിയില്ല. അപ്പം, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്റെ അമ്മേ. ആരാ? മഹിമയാ? അയ്യോ, അപ്പൊ നീ എന്തിനാ പേടിക്കുന്നേ? അവളെന്റെ അനിയത്തിയല്ലേ? നമ്മളിവിടെ വാതിൽ കുറ്റിയിട്ട് എന്ത് ചെയ്യായിരുന്നു അവള് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? വക്കീലേ, ഗിരേട്ടാ, എനിക്ക് അവളുടെ മുമ്പിൽ നാണം കിടാൻ പറ്റില്ല. വക്കീലേ, വക്കീലേ, വാതിൽ തുറക്ക്. നീ ഒരു കാര്യം ചെയ്യ, അകത്തുള്ള മുറി പോയി വിളിച്ചിരിക്കെ, ഞാൻ അവളെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കോ. വക്കീലേ, ഗിരേട്ടാ, പോ. ഇവക്ക് വരാൻ കണ്ടൊരു നേരം. വക്കീലേ, എന്താ മഹിമേ? വക്കീലില്ലേ? ഇല്ല, അവൻ കോടതി പോയി. അതിനിന്ന് ഞായറാഴ്ചയല്ലേ? ശരിയാണല്ലോ. അപ്പൊ കോടതിയുടെ അടുത്തുള്ളൊരു കക്ഷിയെ കാണാൻ പോയതാ. മഹിമ എന്താ ഇവിടെ? ഇത് കൊടുക്കാൻ വന്നതാ. ഞാൻ കൊടുത്തോളാം, ഇങ്ങന്നോ. എന്താ ഗിരിയേട്ടനൊരു ടെൻഷൻ പോലെ? ഒന്നുമില്ല. അയ്യോ, ഒരു സ്ത്രീയുടെ ശബ്ദമല്ലേ കേട്ടത്? ആരാ ഗിരിയേട്ടത്? അത് ഗൗരിയമ്മ. വല്ല പല്ലിയോ പാറ്റയോ കൊണ്ട് പേടിച്ചായിരിക്കും. ഗൗരിയമ്മ പേടിക്കാനോ? എന്താ അവർക്ക് പേടിച്ചൂടെ? ഗൗരിയമ്മയും വന്ന നാളെ കാണാം. ആ ഈശ്വരോ. ആഹാ, ഈ ഗൗരിയമ്മയാണോ അകത്തുണ്ടെന്ന് ഗിരിയേട്ടൻ പറഞ്ഞത്? അത് ഞാൻ പെട്ടെന്ന് ഗൗളി എന്ന് പറഞ്ഞപ്പോ ഗൗരി. എന്താ മോളെ? അമ്മേ, ഗിരിയേട്ടനകത്ത് ഏതോ പെൺകുട്ടി ഒളിപ്പിച്ചിട്ടുണ്ട്. ആണോടാ? സത്യം, ഞാൻ അവളുടെ ശബ്ദം കേട്ടതാ അമ്മേ. സത്യം പറയടാ, ആരാ അകത്ത്? അത് പിന്നെ ശാലിനി ആയിരിക്കും. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇന്ന് അവളുടെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. അയ്യോ ഗൗരവേ, അങ്ങോട്ട് മാറടാ. ആ മുറിന്നാണല്ലോ ശബ്ദം കേട്ടത്. അവൾ അതിനകത്ത് തന്നെ ഉണ്ടമ്മേ. മോളെ, മോൾ അടുക്കള ചെന്ന് വെട്ടുകത്തി എടുത്തോണ്ട് വാ.